ഹായ്, വെൽക്കം ടു മല്ലൂസ് കാർസ്. നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് 8 വാഹനങ്ങളാണ്. 8ഉം ഡയറക്റ്റ് ഓൺ സെയിലാണ്. ഡയറക്റ്റ് ഓണറുടെ നമ്പർ അതാത് വാഹനത്തിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ നോക്കാവുന്ന വാഹനം 2012 മോഡൽ ബീറ്റാണ്. ചെവർലയുടെ ബീറ്റാണ്. ഡീസലാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ തന്നെ LTL ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സിംഗിൾ ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ സഞ്ചരിച്ച ദൂരം 76,000 കിലോമീറ്റർ ആണ്. അത് വെൽ മെയിൻറ്റഡ് ആണ്. ഫുൾ കവർ ഇൻഷുറൻസും ഉള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഓട്ടോ കൺട്രോൾ AC വരെ വരുന്ന അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം മേജർ ആക്സിഡന്റ് ഹിസ്റ്ററോ ഫ്ലഡോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 1,50,000 രൂപയാണ്. അത് ആസ്കിംഗ് പ്രൈസ് ആണ്. അതുപോലെ തന്നെ നെഗോഷ്യബിൾ ആണ് ഈ വാഹനം. ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് മാരുതി സുസുക്കിയുടെ 2014 മോഡൽ എർട്ടിക്കയാണ്. 2014 രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. ZXi ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ഈ വാഹനം വരുന്നത്. ഡീസലിൽ വരുന്ന ഈ വാഹനം സഞ്ചരിച്ചത് 1,06,000 കിലോമീറ്റർ ആണ്. അപ്പോൾ തന്നെ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. ഈ വാഹനം ഫുൾ കമ്പനി സർവീസിലാണ്. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്നതിൽ 5,20,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2014 മോഡൽ എർട്ടിക ZXi ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനം. വില ഉദ്ദേശിക്കുന്നത് 5,20,000 രൂപ. അടുത്ത വാഹനം വരുന്നത് മാരുതി സുസുക്കിയുടെ ബ്രാസയാണ്. 2016 മോഡലാണ്. VDI ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ തന്നെ സിംഗിൾ ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 79,000 കിലോമീറ്റർ ആണ്. അത് ജെനുവിനാണ്. ഫുൾ കമ്പനി സർവീസിലാണ്. ഈ വാഹനം യാതൊരു ആക്സിഡന്റ് ഹിസ്റ്ററോ ഫ്ലഡോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 6,90,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഫൈനാൻസും അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് ചാവക്കാടാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2016 മോഡൽ ബ്രാസ VDI ഡീസൽ എഞ്ചിനോട് കൂടി വരുന്ന ബ്രാസ നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. സിംഗിൾ ആർച്ച് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ തന്നെ 79,000 കിലോമീറ്റർ ആണ് ഈ വാഹനം സഞ്ചരിച്ചത്. ഫുൾ കമ്പനി സർവീസുള്ള വാഹനമാണ്. അപ്പോൾ വേണ്ടവർ നമ്പർ ഉണ്ടാവും, മേലെ കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 6,90,000 രൂപ. അടുത്ത വാഹനം വരുന്നത് 2019 മോഡൽ ടാറ്റയുടെ നെക്സോൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ XM വേരിയന്റ് ആണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം സിംഗിൾ ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് 29,000 കിലോമീറ്റർ ആണ്. 29,000 കിലോമീറ്റർ ആണ്. അത് ജെനുവിനാണ്. ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ അരീക്കോടാണ്. വില ഉദ്ദേശിക്കുന്നത് 7,50,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2019 മോഡൽ നെക്സോണ് 29,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ആർച്ച് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് 7,50,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് മാരുതി സുസുക്കിയുടെ റിഡ്സ് ആണ്. VDI ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. 2014 രജിസ്ട്രേഷനാണ്. അതുപോലെ തന്നെ സിംഗിൾ ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. ഈ വാഹനത്തിന് യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഈ വാഹനം സഞ്ചരിച്ചത് 1,14,000 കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസാണ്. അതുപോലെ ഈ വാഹനത്തിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഡൗൺ പേയ്മെന്റ് ആയിട്ട് ചോദിക്കുന്നത് 60,000 രൂപയാണ്. അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് 3,80,000 രൂപയാണ്. 2014 മോഡൽ റിഡ്സ് VDI സിംഗിൾ ആർച്ച് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ വില ഉദ്ദേശിക്കുന്നത് 3,80,000 രൂപയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് 2013 മോഡൽ 14 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷിഫ്റ്റ് VDI ആണ് വരുന്നത്. 2014 രജിസ്ട്രേഷനാണ്. അപ്പോൾ തന്നെ സെക്കൻഡ് ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. ഈ വാഹനം സഞ്ചരിച്ച് 1,20,000 കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസിലാണ്. അതുപോലെ തന്നെ ഫാമിലി യൂസ്ഡ് ബൈക്കിലാണ്. ഈ വാഹനത്തിന് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വാഹനം. ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 3,69,000 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2014 മോഡലാണ്. 13 ഡെലിവറിയും 14 രജിസ്ട്രേഷനുമാണ് ഈ വാഹനം വരുന്നത്. വില ഉദ്ദേശിക്കുന്നത് 3,69,000 രൂപ. അടുത്ത വാഹനം വരുന്നത് വാഗണാർ 2017 മോഡലാണ്. 17 രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം രജിസ്റ്റേർഡ് വാഹനമാണ്. കേരളത്തേക്ക് മാറ്റിയിട്ടുള്ള വാഹനമാണ്. 2017 ആണ്. അതുപോലെ തന്നെ CNG കിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനം കേരളത്തിൽ സിംഗിൾ ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. പുതിയ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ടയറുകളുണ്ട്. ഈ വാഹനം സഞ്ചരിച്ചത് 1,20,000 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ 10 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന്.
ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 2,95,000 രൂപയാണ്. 2017 മോഡൽ CNG കിറ്റ് ചെയ്ത വാഗണാറാണ്. അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് 2,95,000 രൂപയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയാണ്. അടുത്ത വാഹനം വരുന്നത് റിഡ്സ് ആണ്. 2011 മോഡലാണ്. അപ്പോൾ തന്നെ LDI ആണ് വേരിയൻറ്റ് വരുന്നത്. അത് VDI കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ വാഹനം 5ാമത്തെ ഓൺഷിപ്പിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ സഞ്ചരിച്ച ദൂരം 1,30,000 കിലോമീറ്ററാണ്. സെക്കൻഡ് കീ, റിമോട്ട് സെൻട്രൽ ലോക്ക് എല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ബേസ് വേരിയൻ്റ് ആണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളെല്ലാം പുതിയതാണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ടൈമിംഗ് ചെയിൻ മാറ്റിയിട്ടുണ്ട്. വില ഉദ്ദേശിക്കുന്നത് 1,80,000 രൂപയാണ്. വേണ്ട മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക.